ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനുണ്ടായ പുത്തനുണർവിലും കേരളത്തിലെ UDFന്റെ വൻ വിജയത്തിലും ദുബായിൽ പ്രവാസികൾ വൻ ആഹ്ലാദം രേഖപ്പെടുത്തി. ദുബായിലെ ഇൻകാസ് കൂട്ടായ്മ ഒരുക്കിയ വിജയാഹ്ലാദത്തിൽ ആർപ്പ് വിളിച്ചും മധുരം വിതരണം ചെയ്തും പ്രവർത്തകർ ആവേശം ഇരട്ടിയാക്കി. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. അപ്പോൾ വോട്ടെണ്ണൽ ദിനത്തിലെ പ്രവാസികളുടെ കടൽ കടന്ന ആവേശമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്ങനെ വിലയിരുത്തുന്നു കോൺഗ്രസ് ഇതുവരെയുള്ള മുന്നേറ്റത്തെ എങ്ങനെയാണ്? തീർച്ചയായും ഞങ്ങളെല്ലാവരും ഈ പ്രവാസ ലോകത്തിലെ കോൺഗ്രസ്സുകാരും പ്രത്യേകിച്ച് UDFന്റെ പ്രവർത്തകർ ആഹ്ലാദഭരിതരാണ്. കാരണം ഞങ്ങൾ പ്രതീക്ഷിക്കാതെ നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന എക്സിറ്റ് പോളിൽ നമുക്ക് ഒരു വിജയവും ലഭിക്കില്ല എന്നുള്ള നിലയിലേക്കായപ്പോൾ അതിനെതിരെയാണ് ഇന്ത്യയുടെ ജനമനസ്സ് എന്ന് വ്യക്തമാക്കുന്ന ഒരു ചിത്രം വന്നപ്പോൾ ഞങ്ങൾ ആഹ്ലാദത്തിലാണ്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവർത്തകർ കേരളത്തിൽ പോയിക്കൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആഹ്ലാദം പ്രവാസികളുടെയും കൂടിയാണ്. അതിൽ ഞങ്ങൾ മതിമറന്ന് ആഹ്ലാദിക്കുന്നു. ഇന്ത്യയിൽ ഒരു ജനാധിപത്യം തകർന്നിട്ടില്ല എന്നൊരു തെളിവ് കൂടിയാണോ ഇപ്പോഴത്തെ കാലത്തെ? യെസ്, ഷുവറായിട്ടും. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. ഒരിക്കലും അതിൽ നിന്ന് വ്യതിചലിക്കാൻ പറ്റത്തില്ല. കുറച്ചു കാലമൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ജനങ്ങൾ തിരിച്ചറിയുന്ന ദിവസം വരും. അതുതന്നെയാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ഒരുപാട് പ്രവാസികൾക്ക് വാഗ്ദാനം നൽകിയ ഒരു ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രവാസി വിരുദ്ധ തരംഗം ആഞ്ഞടിച്ചതായിട്ട് അങ്ങ് വിലയിരുത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഏകദേശം ഞങ്ങൾ ഈ കൂട്ടത്തിലുള്ള ഒരു 80% ആൾക്കാർ നാട്ടിൽ പ്രവർത്തിച്ചവരാണ്. അത് പ്രവാസികളുടെ പ്രശ്നങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് മുന്നിൽ കണ്ടുകൊണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ആഹ്ലാദം തന്നെയാണ്. കാരണം മതേതരത്വവും ജനാധിപത്യവും ഇന്ത്യയിൽ തിരിച്ചു വരുന്നതിനുള്ള തെളിവുകളായി കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് കേരളത്തിലെ UDFന്റെ തരംഗം. കണ്ണൂരിലെ CPM കോട്ടകളിൽ പോയി പ്രവർത്തിച്ച ശ്രീ അജിത് കുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ധർമ്മടത്തെയും മറ്റു സ്ഥലങ്ങളിൽ മട്ടന്നൂരിലേക്ക് ഒരു മുന്നേറ്റത്തെ എങ്ങനെ വിലയിരുത്തുന്നു കണ്ണൂരിലെ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മുതലായിട്ടാണ് കാണുന്നത്. കാരണം ഞാൻ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള നമ്മുടെ ഈ ഒരു മത്സരത്തിൽ വിജയിക്കുന്നതോടൊപ്പം കണ്ണൂർ ജില്ലയിലെ CPM കോട്ടകളായ മട്ടന്നൂർ, അതുപോലെ തന്നെ മച്ചൂർമല, മുടക്കോഴിമല, ആന്തൂർ, മലപ്പട്ടം, പിണറായി, വെറളശ്ശേരി എന്നീ സ്ഥലങ്ങളിലെല്ലാം പോയി പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടിയതുകൊണ്ട് ആ സ്ഥലങ്ങളിലെല്ലാം ഇന്ന് ലീഡാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇരട്ടി സന്തോഷം തോന്നുകയാണ് ഈ അവസരത്തിൽ തോന്നുന്നത്. ആലപ്പുഴയുടെ മത്സരം ശ്രീ മോഹൻദാസ് നമ്മോടൊപ്പം ഉണ്ട്. പഴയകാല പ്രവാസിയാണ്. എങ്ങനെ വിലയിരുത്തുന്നു ആലപ്പുഴയുടെ മുന്നേറ്റം? LDF ആയിരുന്ന ഒരു കനൽ അവിടെ ഉണ്ടായിരുന്നു. ആ കനലും കൂടെ അണച്ചു കൊടുക്കാൻ ആലപ്പുഴയിലെ ആൾക്കാർ കഴിഞ്ഞു. പിണറായിയുടെ ഈ ഒരു ദുർഭരണത്തിനെതിരെ ഇതേ രീതിയിൽ തന്നെ അടുത്ത അസംബ്ലി ഇലക്ഷനും കൂടെ എല്ലാവരും ഒത്തൊരുമയോട് പ്രവർത്തിച്ചാൽ ഈ അരിവാൾ ചുറ്റിയ നക്ഷത്രം എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവർ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നത്. നമുക്കറിയാം ഗോദി മീഡിയ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാക്കിയ ഒരു ഉപരിവിപ്ലവമായ കാര്യങ്ങൾ. അതിൽ നിന്നും വിഭിന്നമായി ഇന്ത്യയിലെ ജനങ്ങളുടെ ഹൃദയം ഇവിടെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കൂടി ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ പ്രവാസികൾ വളരെ ആഹ്ലാദത്തിലാണ് എന്നാണ് ഇൻകാസ് വിലയിരുത്തുന്നത്. ഷൈജു അമ്മാനപ്പാറയിലേക്ക് എത്തുകയാണ്. ഷൈജു വോട്ട് ചെയ്യാനൊക്കെ പോയി വളരെ സജീവ പ്രവർത്തിച്ച ആളാണ്. എങ്ങനെ വിലയിരുത്തുന്നു ഇപ്പോഴത്തെ ഒരു മുന്നേറ്റം? തീർത്തും വളരെ സന്തോഷത്തിലാണ് പ്രവാസ ലോകത്തിലെ നമ്മളെല്ലാവരും. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ കെ സുധാകരൻ വീണ്ടും വൻ കുതിപ്പ് തിരിച്ചു വന്നിരിക്കുകയാണ്. തളിപ്പറമ്പ്, ധർമ്മടം എന്നീ മണ്ഡലങ്ങൾ ചുവപ്പ് കോട്ട എന്നറിയപ്പെടുന്നതാണ്. അവിടെയൊക്കെ ലീഡ് നേടിക്കൊണ്ടാണ് അദ്ദേഹം വിജയിച്ചു വരുന്നത്. കണ്ണൂരിലെ പ്രവാസ ലോകത്തെ കണ്ണൂർ ചുമതല വഹിച്ച ആൾ കൂടിയാണ്, ഗ്ലോബൽ സെക്രട്ടറിയാണ്. കണ്ണൂരിന് ചുക്കാൻ പിടിച്ച ശ്രീ അഡ്വക്കേറ്റ് ആഷിഖ് എങ്ങനെ വിലയിരുത്തുന്നു? കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യമേ പല രീതിയിലുള്ള കിംവദന്തികൾ കെ സുധാകരനെതിരെ വന്നു. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് വന്നപ്പോഴും കണ്ണൂരിലെ ജനതയ്ക്ക് കെ സുധാകരൻ ആരാണെന്നറിയാം. 50 വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം, ആ പാരമ്പര്യം മതേതരത്വത്തിൻ്റെ പാരമ്പര്യമാണ്. കടൽ കടന്നെത്തിയ കോൺഗ്രസിന്റെ ആവേശഭൂമിയിൽ നിന്നും എൽവിസ് കുമാർ, ജയ് ഹിന്ദ് ന്യൂസ്, ദുബായ്.